വെൽക്കം ടു ഗ്രീൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സയന്റിഫിക് നെയിംസ് അതുപോലെ തന്നെ ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് എങ്ങനെ 2 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ആനിമൽ ഹസ്ബൻഡറിയിലെ 10ാമത്തെ ക്ലാസ് ആണ് ഇത്. ഏതൊരു PSC എക്സാം എടുത്താലും അതിൽ വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നത് തന്നെയാണ്. നമ്മൾ 2 ടോപ്പിക് ഇവിടെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് അതുപോലെ തന്നെ സയന്റിഫിക് നെയിംസും. ഇതിൽ നിന്നും PSC മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു എക്സാം എന്നതുപോലെ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് എത്രത്തോളം അറിയാം അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗ്യാലസ് ഗ്യാലസ് ഈസ് ദി സയന്റിഫിക് നെയിം ഓഫ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചിക്കൻ, ഓപ്ഷൻ ബി കൊയിൽ, ഓപ്ഷൻ സി റെഡ് ജംഗിൾ ഫൗൾ, ഓപ്ഷൻ ഡി ഡക്ക്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി റെഡ് ജംഗിൾ ഫൗൾ ആണ്. ഗ്യാലസ് ഗ്യാലസ് എന്ന് പറയുന്നത് കാട്ടുകോഴിയുടെ ശാസ്ത്രനാമമാണ്. കാട്ടുകോഴിയാണ് റെഡ് ജംഗിൾ ഫൗൾ എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഗ്യാലസ് ഗ്യാലസ് ഡൊമസ്റ്റിക്കസ് എന്നത് ചിക്കന്റെ ശാസ്ത്രനാമവുമാണ്. ഇതൊരിക്കലും മറന്നു പോകരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് റാബിറ്റ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ന്യൂസിലാൻഡ് വൈറ്റ്, ഓപ്ഷൻ ബി വൈറ്റ് ജൈ, ഓപ്ഷൻ സി അങ്കോറ, ഓപ്ഷൻ ഡി ഒറിക്ടോലാഗസ് ക്യൂണിക്കുലസ്. എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ഡി ഒറിക്ടോലാഗസ് ക്യൂണിക്കുലസ് ആണ് ആൻസർ. നമുക്കറിയാം റാബിറ്റ് വളർത്തൽ ക്യൂണിക്കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായി കണക്ട് ചെയ്ത് നമുക്കിത് ഓർക്കാൻ സാധിക്കും. റാബിറ്റിന്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഒറിക്ടോലാഗസ് ക്യൂണിക്കുലസ് ആണ്. അപ്പോൾ എന്താണ് ഈ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി? അതൊക്കെ റാബിറ്റിന്റെ ബ്രീഡാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോർട്ടൂണിക്സ് കോർട്ടൂണിക്സ് ജാപ്പോനിക്ക ഈസ് ദി സയന്റിഫിക് നെയിം ഓഫ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കൊയിൽ, ഓപ്ഷൻ ബി ഡക്ക്, ഓപ്ഷൻ സി ചിക്കൻ, ഓപ്ഷൻ ഡി ടർക്കി. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ കൊയിലാണ്. ഒരു രാജ്യത്തിന്റെ പേര് ചേർന്ന് വരുന്ന സയന്റിഫിക് നെയിം ഉള്ളത് ആർക്കാണ്? നമ്മുടെ കൊയിലിനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് മാർവാരി ആൻഡ് മെറീനോ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓവിസ് എറിസ്, ഓപ്ഷൻ ബി ക്യാപ്ര ഹിർക്കസ്, ഓപ്ഷൻ സി ബുബാലസ് ബുബാലിസ്, ഓപ്ഷൻ ഡി സുസ്കോർഫ ഡൊമസ്റ്റിക്കസ്. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, ഓപ്ഷൻ എ ഓവിസ് എറിസ് ആണ് ഇതിന്റെ ആൻസർ. എന്താണ് ഈ മാർവാരി ആൻഡ് മെറീനോ? മാർവാരി ആൻഡ് മെറീനോ എന്ന് പറയുന്നത് ഷീപ്പിന്റെ 2 ബ്രീഡ്സ് ആണ്. ഷീപ്പിന്റെ ബ്രീഡ്സ് വ്യക്തമായി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ക്യാപ്ര ഹിർക്കസ് ഗോട്ടിന്റെ ശാസ്ത്രനാമമാണ്. ബുബാലസ് ബുബാലിസ് എന്നാൽ ബഫലോയുടെ ശാസ്ത്രനാമമാണ്. സുസ്കോർഫ ഡൊമസ്റ്റിക്കസ് എന്നത് പിഗിന്റെ ശാസ്ത്രനാമവുമാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് ഡോഗ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫെലിസ് കാറ്റസ്, ഓപ്ഷൻ ബി കാനിസ് ഫെമിലിയാരിസ്, ഓപ്ഷൻ സി ബോസ് ഇൻഡിക്കസ്, ഓപ്ഷൻ സി ബോസ് ടോറസ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി കാനിസ് ഫെമിലിയാരിസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് ആനിമൽ ആണ് നമ്മുടെ ഡോഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമുക്കിത് ഓർത്തിരിക്കാം. പൂച്ചയുടെ ശാസ്ത്രനാമമാണ് ഫെലിസ് കാറ്റസ്. ബോസ് ഇൻഡിക്കസ് എന്നത് ഇന്ത്യൻ കാറ്റിലിന്റെ ശാസ്ത്രനാമവും ബോസ് ടോറസ് എന്ന് പറയുന്നത് എക്സോട്ടിക് കാറ്റിലിന്റെ ശാസ്ത്രനാമവുമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഓഫ് ടർക്കി. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആനസ് പ്ലാറ്റിറിംഗസ്, ഓപ്ഷൻ ബി ഗ്യാലസ് ഗ്യാലസ് ഡൊമസ്റ്റിക്കസ്, ഓപ്ഷൻ സി മെലാഗ്രിസ് ഗാലപ്പാവോ, ഓപ്ഷൻ ഡി ന്യൂമിഡ മെലാഗ്രിസ്. ഓക്കെ, ഏതാണ് ഇതിന്റെ ആൻസർ?
മെലാഗ്രിസ് ഗാലപ്പോ ആണ് ടർക്കിയുടെ ശാസ്ത്രനാമം. ആനസ് പ്ലാറ്റിറിംഗസ് എന്ന് പറയുന്നത് ഡക്കിന്റെ ശാസ്ത്രനാമമാണ്. ഗാലസ് ഡൊമസ്റ്റിക്കസ് എന്നത് ചിക്കന്റെ ശാസ്ത്രനാമമാണ്. നുമിഡ മെലാഗ്രിസ് എന്നത് ഗിനി കോഴിയുടെ ശാസ്ത്രനാമവുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സയന്റിഫിക് നെയിം ഫോർ ദ കാംഗ്രച്ച് കാറ്റിൽ ബ്രീഡ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബോസ് ടോറസ്, ഓപ്ഷൻ ബി ബോസ് ഇൻഡിക്കസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ. ഏതാണ് ഇതിന്റെ ആൻസർ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ബോസ് ഇൻഡിക്കസ് ആണ്. കാരണം നമുക്കറിയാം കാംഗ്രച്ച് കാറ്റിൽ ബ്രീഡ് എന്നത് ഒരു ഇന്ത്യൻ കാറ്റിലാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ദ ഇൻക്യുബേഷൻ പീരീഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ മസ്കോവി ഡക്ക് ആൻഡ് പെൻഗിൻ ഡക്ക്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മസ്കോവി ഡക്സ് eggs have a longer incubation period of 35 days, while Indian runner ducks eggs have a standard incubation period of 28 days. Option B, all breeds hatch in 28 days with the exception of the Muscovy which takes 35 days. Option C, both A and B. Option D, A only. ഏതാണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ എന്താണ് പറയുന്നത്? മാസ്കോവി താറാവിന്റെ മുട്ടകൾക്ക് സാധാരണയിൽ നിന്നും അല്പം കൂടിയ ഇൻക്യുബേഷൻ പീരീഡ് ആയ 35 ഡേയ്സ് ആണ് ഉള്ളത്. ഇതേ സമയം ഇന്ത്യൻ റണ്ണറിന് സാധാരണ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇൻക്യുബേഷൻ പീരീഡ് ആയ 28 ഡേയ്സ് ആണ് ഉള്ളത്. സാധാരണ ഒരു താറാവിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 28 ഡേയ്സ് ആണ്. മാസ്കോവിക്ക് മാത്രമാണ് 35 ഡേയ്സ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഓൾ ബ്രീഡ്സ് ഹാച്ച് ഇൻ 28 ഡേയ്സ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ദി മസ്കോവി വിച്ച് ടേക്സ് 35 ഡേയ്സ്. അതായത് താറാവിന്റെ എല്ലാ ബ്രീഡ്സും 28 ദിവസങ്ങൾ കൊണ്ട് ഹാച്ച് ചെയ്യും. എന്നാൽ മസ്കോവിക്ക് 35 ഡേയ്സ് എടുക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് സെന്റൻസും ശരിയാണ്. എന്നാൽ വീണ്ടും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, പെൻഗിൻ ഡക്ക് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, എന്നാൽ ഇവിടെ ഇന്ത്യൻ റണ്ണർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ത്യൻ റണ്ണർ എന്ന താറാവ് ബ്രീഡിന്റെ മറ്റൊരു പേരാണ് പെൻഗിൻ ഡക്ക്. ഇത് ബ്രീഡ്സ് നന്നായിട്ട് അറിയാമെങ്കിലേ ഇത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതറിയില്ലെങ്കിൽ നമുക്ക് തോന്നും ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് വൈറ്റ് ലെഗ്ഹോൺ എഗ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 28 ഡേയ്സ്, ഓപ്ഷൻ ബി 35 ഡേയ്സ്, ഓപ്ഷൻ സി 21 ഡേയ്സ്, ഓപ്ഷൻ ഡി 18 ഡേയ്സ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 21 ഡേയ്സ് ആണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വൈറ്റ് ലെഗ്ഹോൺ എന്ന് പറയുന്നത് ചിക്കന്റെ ഒരു ബ്രീഡാണ്. അപ്പോൾ ചിക്കന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 21 ഡേയ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഗുനിയ ഫൗൾ എഗ് ഈസ് ഇൻക്യുബേറ്റഡ് ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് വുഡ് ലൈക്ലി ഹാച്ച്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 20 ഡേയ്സ്, ഓപ്ഷൻ ബി 35 ഡേയ്സ്, ഓപ്ഷൻ സി 18 ഡേയ്സ്, ഓപ്ഷൻ ഡി 28 ഡേയ്സ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി 28 ഡേയ്സ് ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്യുബേഷൻ പീരീഡ് വിച്ച് ഡ്യൂറേഷൻ വുഡ് ബി മോസ്റ്റ് ആപ്ലിക്കബിൾ ഫോർ ഡക്ക്, ടർക്കി ആൻഡ് ഗിനിയ ഫൗൾ എഗ്സ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 30 ഡേയ്സ്, ഓപ്ഷൻ ബി 28 ഡേയ്സ്, ഓപ്ഷൻ സി 21 ഡേയ്സ്, ഓപ്ഷൻ ഡി 25 ഡേയ്സ്. ഓക്കെ, ഏതാണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ 28 ഡേയ്സ് ആണ്. ഇൻക്യുബേഷൻ പീരീഡ് നോക്കുമ്പോൾ ഡക്ക്, ടർക്കി, ഗിനിയ ഫൗൾ ഇതിന് മൂന്നിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻക്യുബേഷൻ പീരീഡ് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം, മൂന്നിനും ഒരേ ഡേറ്റ് ആണ് 28 ഡേയ്സ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് റാബിറ്റ് ഈസ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 21 to 30 ഡേയ്സ്, ഓപ്ഷൻ ബി 30 to 45 ഡേയ്സ്, ഓപ്ഷൻ സി 28 to 34 ഡേയ്സ്, ഓപ്ഷൻ ഡി നൺ. ഓക്കെ, ഏതാണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ നമുക്കറിയാം 28 to 34 ഡേയ്സ് ആണ്.
ഇതുകൂടാതെ ഒരു ഫിഗർ കൂടി നമ്മൾ ഓർത്തിരിക്കണം, 30 ഡേയ്സ്. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് മറക്കാതെ ഇത് ഓർത്തിരിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് എ ഡൊമസ്റ്റിക് പിഗ് ഈസ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3 months 3 weeks 3 days. ഓപ്ഷൻ ബി 4 months 4 weeks 4 days. ഓപ്ഷൻ സി 2 months 3 weeks 3 days. ഓപ്ഷൻ ഡി 3 months 4 weeks 10 days. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 3 months 3 weeks 3 days ആണ്. അപ്പോൾ പിഗിനെ സംബന്ധിച്ച് നമ്മൾ മൊത്തം 3 ഫിഗർ ആണ് ഓർത്ത് വെച്ചേക്കേണ്ടത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് 114 ±5 ഡേയ്സ്, അല്ലെങ്കിൽ 114 ഡേയ്സ്, അതല്ലെങ്കിൽ 3 months 3 weeks 3 days. ടെക്സ്റ്റിന്റെ പല ഭാഗത്തും പല ഫിഗേഴ്സ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ 3 ഫിഗേഴ്സ് പഠിക്കേണ്ടതുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം, അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഫിഗറും നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 60 days is the average gestation period of. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ bitch and goat. ഓപ്ഷൻ ബി cattle and pig. ഓപ്ഷൻ സി rabbit, bitch, cat. ഓപ്ഷൻ ഡി cat and bitch. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി cat and bitch ആണ്. അതായത് പൂച്ചയുടെയും ബിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡൽറ്റ് ഫീമെയിൽ ഡോഗ് ആണ്. അപ്പം ഡോഗിന്റെയും ഗസ്റ്റേഷൻ പീരീഡ് 60 days ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാവ് ലീസ്റ്റ് ഗസ്റ്റേഷൻ പീരീഡ്? ഓപ്ഷൻ എ ക്യാറ്റ്, ഓപ്ഷൻ ബി റാബിറ്റ്, ഓപ്ഷൻ സി ഡോഗ്, ഓപ്ഷൻ ഡി പിഗ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി റാബിറ്റ് ആണ്. ഓപ്ഷൻസിന്റെ എല്ലാം ഗസ്റ്റേഷൻ പീരീഡ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ക്യാറ്റ്, ഡോഗ് ഗസ്റ്റേഷൻ പീരീഡ് 60 days ആണ്. പിഗിന് 114 days ആണ്. റാബിറ്റിന് 30 days അല്ലെങ്കിൽ 28 to 34 days ആണ്. അപ്പോൾ ലീസ്റ്റ് ഗസ്റ്റേഷൻ പീരീഡ് വരുന്നത് റാബിറ്റിനാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ഗസ്റ്റേഷൻ പീരീഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ്? ഓപ്ഷൻ എ ക്യാറ്റിൽ 280 ±5 days. ഓപ്ഷൻ ബി ബഫലോ 300 to 310 days. ഓപ്ഷൻ സി പിഗ് 114 ±5 days. ഓപ്ഷൻ ഡി ഗോഡ് 186 to 195 days. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ഗോട്ട് ആണ്. ഗോട്ട് ആണ് തെറ്റായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാറ്റിലുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഫിഗേഴ്സ് ആണ് ഓർത്ത് വെക്കേണ്ടത്? ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. 280 ±5 days, അതുപോലെ 285 days, 280 ±10 days, 9 months 12 days. ഇത്രയും ഫിഗേഴ്സ് ഓർത്ത് വെക്കണം. ബഫലോയിലേക്ക് വരുമ്പോൾ 300 to 310 days, അതല്ലെങ്കിൽ 310 days, അതുപോലെ തന്നെ 10 months 10 days. ഇത്രയും ഫിഗർ ഓർത്ത് വെക്കുക. പിഗിലേക്ക് വരുമ്പോൾ 114 ±5 days, അതല്ലെങ്കിൽ 114 days. ഇത് കൂടാതെ 3 months 3 weeks 3 days എന്നൊരു ഫിഗർ കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഗോട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് പറയാം. 115 days എന്നൊരു ഫിഗർ ഉണ്ട്. അതുപോലെ 5 months 146 to 156 days. ഇത്രയും നമ്മൾ ഓർത്ത് വെക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗസ്റ്റേഷൻ പീരീഡ് ഓഫ് ഈവ്. ഓപ്ഷൻ എ 4 months, ഓപ്ഷൻ ബി 5 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 180 days. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി 5 months എന്നാണ്. ഈവ് എന്നാൽ അഡൽറ്റ് ഫീമെയിൽ ഷീപ്പാണ്. അപ്പോൾ ഷീപ്പുമായി ബന്ധപ്പെട്ട് 1-2 ഫിഗേഴ്സ് കൂടി ഓർത്ത് വെക്കണം. അത് ഞാനിവിടെ പറയാം. 150 days, 5 months, 144 to 151 days, അതുപോലെ 147 days. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി ഗസ്റ്റേഷൻ പീരീഡ്? ഓപ്ഷൻ എ ദ പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ. ഓപ്ഷൻ ബി ദ പീരീഡ് ഫ്രം ബർത്ത് ടു അഡോളസൻസ്. ഓപ്ഷൻ സി ദ പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു ഇംപ്ലാന്റേഷൻ. ഓപ്ഷൻ ഡി ദ പീരീഡ് ഫ്രം കൺസംപ്ഷൻ ടു വീനിങ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ദ പീരീഡ് ഫ്രം ഫെർട്ടിലൈസേഷൻ ടു പാർച്ചുറേഷൻ എന്നാണ്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ തെറ്റാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഡസ് ദ ഗസ്റ്റേഷൻ പീരീഡ് ബിഗിൻ?
ഓപ്ഷൻ എ ഫെർട്ടിലൈസേഷൻ, ഓപ്ഷൻ ബി പാർച്ചുറേഷൻ, ഓപ്ഷൻ സി മെച്ചുറേഷൻ, ഓപ്ഷൻ ഡി ഇംപ്ലാന്റേഷൻ. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഏത് ഫേസിലാണ് ഗസ്റ്റേഷൻ പീരീഡ് തുടങ്ങുന്നത് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ മുതലാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ഗോഡ് 114 days, sheep 146 to 156 days, pig 144 to 151 days, buffalo 300 to 310 days. ഇവിടെ എ ബി സി ഡി എങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എങ്ങനെയാ വന്നേ നോക്കാം. 1 എന്ന് പറഞ്ഞാൽ ബി ആണ്. ഗോട്ടിന്റെ ഗസ്റ്റേഷൻ പീരീഡ് 146 to 156 ഡേയ്സ് ആണ്. 2 എന്ന് പറയുന്നത് സി ആണ്. ഷീപ്പിന്റെ ഗസ്റ്റേഷൻ പീരീഡ് 144 days to 151 days ആണ്. 3 എന്ന് പറയുന്നത് എ ആണ്. പിഗിന്റെ ഗസ്റ്റേഷൻ പീരീഡ് 114 days ആണ്. 4 എന്ന് പറയുന്നത് ബഫലോ, അത് ഡി ആണ്. 300 to 310 days ആണ്. ഇവിടെ ബഫലോയുടെ ഡേറ്റ് നമുക്ക് അറിയാമെങ്കിൽ തന്നെ ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. LA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ആഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.